ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിക്ക് പോവാം. ഹലോ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഫ്രണ്ട്സ്? നമുക്ക് സ്റ്റോറി പോയിട്ട് നോക്കാം. നമ്മളെ ഹീറോയിൻ പറഞ്ഞ ഒരു മാഫിയ ക്വീനാണ്. നമ്മളെ ഹീറോയിൻ ആൻറ്റൻകോൺ മാഫിയ ക്വീനാണ്. നല്ല ഫേമസ് മാഫിയാണ്. നമ്മളെ ഹീറോയിൻ്റെ പേര് മിയ. ബ്ലാക്ക് ബ്യൂട്ടി എന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞ ബ്ലാക്ക് ഡ്രാഗൺ എന്ന് പറഞ്ഞാണ് ഹീറോയിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പിൻ്റെ പേരാണ്. അത് ഹീറോയിൻ ഫേമസ് മാഫിയ ക്വീനാണ്. അതുമാത്രമല്ല ഹീറോ സീക്രട്ട് കോളേജ് പഠിക്കുകയാണ്. ഫസ്റ്റ് ഇയർ. നമ്മൾ നംജുൻ പറഞ്ഞ കോളേജ് പ്രൊഫസറാണ്. ഇന്നസെൻ്റാണ് നംജുൻ. അതെ, ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഇന്നസെൻ്റ് ചൈൽഡ്. ഓക്കെ, നമുക്ക് സ്റ്റോറി പോയിട്ട് നോക്കാം. ടെൻഷനാവാം എന്ന് പറഞ്ഞ നമ്മൾ ഹീറോയിൻ കോളേജ് ഫസ്റ്റ് ഇയറാണ് വരുന്നത്. ഹീറോയ്ക്ക് ഒരുപാട് ടെൻഷനാണ് എന്ന് പറഞ്ഞ് നമ്മളെ ഹീറോയിൻ നടന്നു വരായിരുന്നു. നമ്മളെ ഹീറോയിൻ്റെ പേരാണ് മിയ. ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷനാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കോളേജ് ജോയിൻ ചെയ്യണം, എന്ത് കഷ്ടം എന്ന് പറഞ്ഞ് നമ്മളെ കഥനായിക്ക് മിയ കോളേജിൽ വന്നായിരുന്നു. അവിടെ സീനിയേഴ്സ്മാരെല്ലാം റാഗിങ് തുടങ്ങിയായിരുന്നു. റാഗിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് കാറകത്ത് വന്നായിരുന്നു. കാറിൽ ഹീറോ ഇറങ്ങി വന്നായിരുന്നു. ഹീറോയിനെ കുറച്ച് ബോഡി ഗാർഡ് ഹീറോ റാഗിങ് ചെയ്യാൻ നോക്കുമായിരുന്നു. കാറിൽ ഇറങ്ങി ഹീറോ പോകാൻ അത് ഹീറോയിനെ പിടിച്ച് റാഗിങ് ട്രൈ ചെയ്തായിരുന്നു. ഹീറോ ഉറക്കായിരുന്നു ആ സീനിയറിന്. ഹീറോയിൻ്റെ ബോഡി ഗാർഡ് വന്ന് എന്താടാ ചെയ്യുന്നത്, മാമിനെ എന്നെ അടിച്ച് സൂപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് ബോഡി ഗാർഡും കണ്ടിട്ട് ആ സീനിയേഴ്സ് ബൈക്ക് ജെർക്ക് വീണായിരുന്നു. അങ്ങനെ ഹീറോയിനെ കെയറിങ് ആയിട്ട് നോക്കുമായിരുന്നു ആ ബോഡി ഗാർഡ് ഹീറോയിനെ. അതുകൊണ്ട് ആ സീനിയേഴ്സ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സീനിയർക്ക് ജെർക്ക് വീണായിരുന്നു. ഹീറോയിൻ ക്ലാസ്സൊക്കെ വന്നായിരുന്നു. ഹീറോയിൻ ക്ലാസ് എവിടെ എന്ന് പറഞ്ഞ് സ്റ്റേഡായിരുന്നു. അവിടെ പ്രൊഫസർ അന്നാശിൽ പോയിരുന്നു. സർ എസ് എന്ന് പറയുന്നു. ചെഞ്ചൽ കേൾക്കായിരുന്നു. ക്ലാസ് ഫസ്റ്റ് ഇയർ പേര് പറയാൻ ഹീറോയിൻ പഠിക്കുന്നത്. ഹീറോയിൻ പറഞ്ഞ ബിസിനസ് പഠിക്കുന്നതാണ്. ഹീറോയിൻ കേൾക്കുന്ന ചുങ്ക് പറഞ്ഞു കൊടുത്തായിരുന്നു. ശരി, ഓക്കെ ഞാൻ പറഞ്ഞ ഹീറോയിൻ കണ്ടുപിടിച്ച് പോയായിരുന്നു. ക്ലാസ്സിൽ അവിടെ പാവമായിട്ട് ഒരു ഗേൾ ഉണ്ടായിരുന്നു. ആ ഗേൾ സാഡായിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ഒരു കുറച്ച് റൂട്ടായിട്ടുണ്ട് ആ ഗേൾ. രണ്ടുപേരുന്ന് അവിടെ ഉണ്ടായിരുന്നു. ഹീറോയിൻ പോയിരുന്നു. ഹായ് എന്ന് പറയുന്നു. ഹായ്, എൻ്റെ പേര് മിയ. നിങ്ങളെ പേരെന്താ? ഹായ്, എൻ്റെ പേര് മിയ. അല്ല, എന്ത് പറഞ്ഞു, പിങ്കി എന്ന് പറയണം. ആ ഗേൾ പറയാതെ ആ പേര് പിങ്കി പറഞ്ഞ റൂട്ട് ഗേളാണ്. ഹായ്, എൻ്റെ പേര് ദിയ എന്ന് ഇന്നസെൻ്റ് ആയിരുന്നു ഒരു ഗേള് പറയുന്നു. ദിയ ആണോ? ഹായ് എന്ന് പറയുന്നത്. എൻ്റെ പേര് മിയ എന്ന് പറഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞ ഹീറോയിൻ പറയായിരുന്നു. അങ്ങനെയായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു 3 പേർ. ജോലിയായിട്ട് സംസാരിക്കായിരുന്നു. ക്ലാസ് ടീച്ചർ വന്നായിരുന്നു. അവർ പേര് പറയുന്നു. അങ്ങനെയായിട്ട് എല്ലാ പേരും അറിയായിരുന്നു. ഹീറോയിനെ കണ്ടിട്ട് അതെ ഹീറോയിൻ ഫ്രണ്ട്സായിട്ട് ജോലിയായിട്ട് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ 6 മാസമായിട്ട് അടിക്കായിരുന്നു. അങ്ങനെയായിട്ട് മിനി പറയായിരുന്നു. മിനിയും ദിയ പറയായിരുന്നു. അതെ, ഹീറോയെ വിളിക്കായിരുന്നു. എൻ്റെ വീട്ടിൽ വരുന്നുണ്ടോ എന്ന് പറയുന്നു. ഇല്ലാത്ത വാ എൻ്റെ വീട്ടിലേക്ക് എന്ന് പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് രണ്ടുപേരും ഹീറോയിനെ വരുമായിരുന്നു. ബോഡി ഗാർഡുടെ കാർ തുറക്കായിരുന്നു. ഹീറോയിനെ കൂടെ അവർ രണ്ടുപേരും പോയിരുന്നു. ഹീറോയിൻ്റെ വീട് വന്നായിരുന്നു. മമ്മി ഡാഡി എന്ന് പറയുമായിരുന്നു. ഹീറോയിൻ്റെ മമ്മി ഡാഡി വന്നായിരുന്നു. ആരാ മോളെ? ഇതെൻ്റെ ഫ്രണ്ട്സാ. ഹായ് മോളെ, എന്നകത്ത് വാ എന്ന് പറയണേ. ഇതെന്നാ? ഞാൻ പിന്നെ പറയാം. അങ്ങനെ ആയിട്ട് ഹീറോയിൻ ഫ്രണ്ട്സോടെ ഇരുന്ന് സംസാരിക്കുക. ജ്യൂസെല്ലാം കൊടുത്തായിരുന്നു. ഒരു സംസാരിക്കാണ്ട് വാ മുകൾക്ക് വാ എന്ന് പറയണ ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് മുകൾക്ക് വന്നായിരുന്നു. ഹായ്, നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞു. അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ അണ്ടർഗ്രൗണ്ട് മാഫിയ ക്വീനാണ് എന്നിപ്പോൾ ഹീറോയെ പറയണം. ചുമ്മാ ചോക്കൊന്നും പറയണ്ട. ഹീറോ ചിരിച്ചിട്ട് പറയുന്നു. അതെ, ഞാൻ അണ്ടർഗ്രൗണ്ട് മാഫിയ ക്വീനാണ്. ഇത് സീക്രട്ട്. അത് മുതൽ നിങ്ങളോട് പറയാൻ പോകുന്നതാണ്. എന്താ പറഞ്ഞത്? നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും പ്രശ്നം എന്നാൽ സോൾവ് ചെയ്യാം എന്ന് ഹീറോയിൻ പറയുന്നു. അങ്ങനെയായിട്ട് ഫസ്റ്റ് മിനിയുടെ പറയുന്നു. മിനിൻ്റെ പ്രോബ്ലം പറയാൻ പോകുന്നത്. എൻ്റെ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യാം. മിനി പറയുന്നു. എന്താ പ്രോബ്ലം? അത് മിനിക്ക് പറഞ്ഞ ഡാഡി മമ്മി പിന്നെ ഒരു അനിയനും ഒരു അനിയത്തുണ്ട്. അവർ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ അവരുടെ വീടുണ്ടായിരുന്നു. അത് ഒരു അങ്കിൾ ആൻറ്റി ഇവരെ സ്വത്തും പണം എടുത്ത് അവർ വെളിയിലിട്ടായിരുന്നു. ഇപ്പോൾ വാടകയിലുള്ളത് അവർ കഷ്ടപ്പെട്ട്. ഇത് കാര്യം പറയുമ്പോൾ അവർക്ക് ഷോക്കായിരുന്നു. ഈ കാര്യം അതെനിക്കറിയും. അതുകൊണ്ട് ദിയ, എന്താ നിൻ്റെ അങ്കിളുടെ മകനെ ഭയങ്കര ടോർച്ചർ ചെയ്യുക നിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടല്ലേ? അത് എന്ന് പറയുന്നു. ശരി, നിനക്ക് ഞാൻ ചെയ്യാം എന്ന് പറയുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. 2 പേർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് കാര്യം
ഇത് കേട്ട് രണ്ടുപേർക്ക് ഭയങ്കര ഹീറോയുമല്ലേ സന്തോഷമാണ്. ശരി ഈ കാര്യം നീ ആരോട് പറയാൻ പറ്റില്ല. രണ്ടുപേരും ശരി ഓക്കെ എന്ന് പറയായിരുന്നു. ശരി ഓക്കെ ജോളിയായിട്ട് ഹീറോയെ സംസാരിക്കായിരുന്നു. ഹീറോയിൻ കോൾ ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി ജോളിയായിട്ട് ഇരുന്നിട്ട് അവർ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സിനെ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ടിനെ 2 ബോഡി ഗേൾസാണ് അവരെ ഡ്രോപ്പ് ചെയ്തത്. ബായ് അവർ കളർ യൂണിഫോമിലിട്ട് അവർ പോയി ഡ്രോപ്പ് ചെയ്തായിരുന്നു. രണ്ടുപേർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഹീറോയിൻ ഈ കോൾ ചെയ്തത് ഫസ്റ്റ് കോൾ എടുത്തായിരുന്നു. ജിന്നെടുത്തായിരുന്നു. ഹലോ എന്ന് പറഞ്ഞു. ചേട്ടാ എവിടെ ഉണ്ട്? ഓ ഇത് മിയ കൊച്ചാ. പിന്നെ ആരെൻ്റെ എന്തിടേ ടെൻഷനാവാം ചേട്ടാ നടന്നു കയറിയ പറയായിരുന്നു. ശരിമാ ഞാൻ ചെയ്യാൻ പറയായിരുന്നു. പിന്നെ ഒരു കോൾ ചെയ്തത് ആളയ്യോ ഉറക്കത്തിൽ ആരോ വിളിക്കുക എന്ന് പറഞ്ഞു. ഹലോ ടെമ്മടി എന്ന് ഇത് വഴക്ക് പറയുന്നു. എന്നെ കേട്ട ടെറർ ബസ് അയ്യോ എൻ്റെ അനിയത്തിയുണ്ടല്ലോ മിയ കൊച്ചി യൂങ്കി ചേട്ടാ എന്താ ചെയ്യാ ഷുഗർ പറഞ്ഞു. ഹിരേൻ്റെ ചേട്ടൻ ആ ചേട്ടനാണ്. ഞാൻ ഫ്ലോള് പറയായിരുന്നു. ശരി ഓക്കെ ചെയ്യാൻ പറയായിരുന്നു. ഹിരേൻ്റെ കുറച്ച് നേരം കഴിഞ്ഞായിരുന്നു അവർ രണ്ടുപേരും വലിയ നാട്ടിൽ പോയിട്ടാണ് ഇപ്പോൾ വന്നായിരുന്നു. ഹിരേനോട് പറയുന്നു എൻ്റെ ഫോട്ടോസ് എല്ലാം കൊടുത്തു. ശരി മോളെ എന്ന് പറയണം. ഹിരേ കോളേജിൽ പോയായിരുന്നു. ഇപ്പം നമ്മൾ ജിന്ന് നോക്കാം. ജിന്ന് പറഞ്ഞാൽ നമ്മൾ മിനിൻ്റെ വീട്ടിൽ പോയായിരുന്നു. മിനിൻ്റെ വീട്ടിൽ പറഞ്ഞ അങ്ങളായിട്ട് സ്വത്ത് പണം എടുത്തായിരുന്നു. അവരുടെ മേലെ കേസ് കൊടുത്ത് അവർ അകത്ത് ഇട്ടായിരുന്നു. അവരുടെ മേലെ കുറേ കേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഇട്ടായിരുന്നു. ആ വീട് മേങ്ങായിരുന്നു. ഹിരേൻ്റെ വീടും മിനിൻ്റെ വീട് മേങ്ങായിരുന്നു. മിനിക്ക് കൊടുത്തായിരുന്നു വീട്. അവരുള്ള വീട് നല്ല ഇതാക്കി. മിനി പറയായിരുന്നു ഈ വീട് നമുക്ക് ഹീറോയിൻ്റെ മമ്മി പറയായിരുന്നു. മിനിൻ്റെ മമ്മി പറയണം ഈ വീട് മിനി പറഞ്ഞു ഈ വീട് പറയണം വേണ്ട ഇത് വിത്തോളാം എന്ന് പറയുന്നു. ശരി അത് വേറെ ആൾ പേരിൽ വിത്തായിരുന്നു. മിനിക്ക് കോളേജ് പഠിക്കുക ഒരുപാട് കാശുണ്ട്. അതേപോലെ കൊണ്ട് വിത്തായിരുന്നു. ഹീറോയിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവറാക്കിയായിരുന്നു. രണ്ടുപേരും അമ്മയും വന്ന് വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ട് ഹീറോയിൻ ഒരു ഐഡിയ ഇടായിരുന്നു. ഷുഗർ പറഞ്ഞ് അവൾക്ക് ദിയാക്ക് പോയിട്ട് ദിയ അങ്കിളും മകൻ അടിച്ചു പോയായിരുന്നു. ഹീറോ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. 2 ചേട്ടന്മാർക്ക് ഇവരെ മാരേജ് കഴിക്കാം എന്ന് ഹീറോ പ്ലാൻ ഇട്ടായിരുന്നു. 2 ചേട്ടന്മാർക്ക് മിനിയും ദിയ മേലെ 2 ചേട്ടന്മാർക്ക് ഒരാളെ ലവ് ചെയ്യാണ്. ഇത് ഹീറോയെ കണ്ടുപിടിച്ചു. ശരി മമ്മി ഇവർക്ക് 2 പേർ മാരേജ് കഴിക്കാം എന്ന് പറഞ്ഞ് അവർക്ക് ഗസ്റ്റ് ഹൗസാണ് 2 പേർക്ക് ഫാമിലി കൊടുത്തായിരുന്നു. ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ്ക്ക്. അങ്ങനെ 2 പേർക്ക് മാരേജ് ചെയ്യാൻ ഹീറോയിൻ്റെ മമ്മി ഓക്കെ എന്ന് പറയുന്നു.